ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അടൂർ പോകാൻ റെഡി ആയിട്ടുള്ളതാണ്. ഇന്ന് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്കായിരുന്നു ഡ്യൂട്ടി, പിന്നെ കുഞ്ഞിനെ നോക്കാൻ അച്ഛനും ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകുന്നുള്ളതാണ്. ഇവളാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ആൾ മാറിയതുകൊണ്ട് അച്ഛനെ തന്നെ ആയിരുന്നു കുറേ സമയം നോക്കുന്നുണ്ടായത്. ആൾക്ക് ഉറക്കം വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ആദ്യം കുറേ സമയം ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ നോക്കിയിട്ട് ആൾക്ക് നല്ല ഉറക്കം വന്നു. എന്നിട്ട് അവിടെ തന്നെ ഉറങ്ങി. ഇവക്കമ്മ ഭസ്മം ഇട്ട് കൊടുത്തിട്ടുണ്ടായത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം. അവിടെ എത്താനാവുമ്പോൾ വണ്ടിയൊന്നും വിടുന്നുണ്ടായില്ല, ഫുൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്കിങ്ങിൽ വണ്ടി കയറ്റാൻ പറഞ്ഞു, പക്ഷെ പാർക്കിങ്ങിൽ നമുക്ക് കയറ്റിയിട്ട ചോദിച്ചിട്ട് അവർ വിട്ടു. പിന്നെ അവിടെ എത്താനാവുമ്പോൾ എന്തായാലും അറിയുന്നുണ്ട് എപ്പോഴും, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ആ ചേച്ചിൻ്റെ മോനെ തന്നെ നോക്കുന്നുണ്ടായത്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പൂരിയും ബാജിയും പിന്നെ ബൻസൊക്കെ കഴിച്ചു. അച്ഛൻ്റെ കയ്യിലായിരുന്നു കൊടുത്തത്. പിന്നെ അച്ഛൻ ചായ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഷോപ്പിൽ കയറിയപ്പാട് ഇവളാണെങ്കിൽ അവിടെ എന്തൊക്കെയോ കണ്ടിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായി. പിന്നെ ക്യാമറ കണ്ടതിന് ശേഷം ആൾ സൈലൻ്റ് ആയിട്ടോ. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായി, ക്യാമറ കൊണ്ടുവന്ന് നോക്ക് മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന്. പിന്നെ ഇവക്കിപ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെ നമ്മൾ പിടിച്ചിരുത്തുന്നൊന്നും തീരെ ഇഷ്ടമാവുന്നില്ല. അവളിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിടണം. കൈയൊക്കെ പിടിക്കുമ്പോൾ നല്ലോണം ദേഷ്യം വരാറുണ്ട്. പിന്നെ അവരെ ചിരിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടതാ ഇഡ്ഡലിയൊക്കെ ആക്കുന്നുണ്ടായത്. പിന്നെ കാൽക്കുലേറ്ററൊക്കെ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു കളി. അപ്പോൾ അതിൽ ഇങ്ങനെ സൗണ്ട് ആവുമല്ലോ, അപ്പോൾ അത് നോക്കുന്നുണ്ടായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുകളിൽ വന്നു. അപ്പോൾ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ വരുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ട്, അപ്പോൾ ഇവളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. കുറേ ദിവസമായില്ലേ അവിടെ നിന്ന് വന്നിട്ട്. പിന്നെ ഇവളിപ്പോൾ വീഡിയോ കോൾ ചെയ്താൽ പപ്പനോടും പിന്നെ എൻ്റെ അമ്മ, ഏട്ടൻ, അവരോട് ആരോടും ചിരിക്കാറൊന്നുമില്ല. പക്ഷെ വേറെ ആരെങ്കിലും അവളെ വിളിച്ചാലൊക്കെ അവൾ ചിരിക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും സങ്കടമോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. പിന്നെ ഞാൻ അവളുടെ പട്ടിക്കുട്ടിയെ അവളെ കയ്യിൽ കൊടുത്തു. അപ്പം അതിൽ കുറേ സമയം കഴിച്ചു. അമ്മയ്ക്ക് വീഡിയോ കോൾ ആക്കുന്നുണ്ടായതായിരുന്നു. പക്ഷെ ഇവള് ചിരിയൊന്നും ഉണ്ടായിട്ട. പിന്നെ അവർ താഴെ വന്നു. പിന്നെ പപ്പ അവൾക്ക് വെള്ളം കൊടുത്തു.
അപ്പോൾ അത് കുടിക്കുന്നുണ്ടായത്. പിന്നെ അവളെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവളെ ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ ഇവളെ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നെ നോക്കി ചിരിക്കുന്നത് മാത്രം. പിന്നെ ഞാൻ പിന്നെയും താഴെ തന്നെ പോവാമെന്ന് വിചാരിച്ചു. ഇന്നെന്തോ ഭയങ്കര ചൂടായിരുന്നു, ഫുള്ള് ക്ലൈമറ്റ് എന്തോ ശരിയൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളെന്താ ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു. ഹസ്ബൻഡ് ഒരു ഉച്ചയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റേ കവടിങ്ങാന യാത്ര അതിന് പോയിട്ടുണ്ടായി. അപ്പോൾ എന്താ ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഓളിങ്ങനെ കരയുന്നത് പോലെ ഉള്ളതുകൊണ്ട് ഓളെ എടുത്തിട്ട് പോയതായിരുന്നു സ്റ്റുഡിയോയിലേക്ക്. മുമ്പിൽ സ്റ്റുഡിയോ ആണ് ക്ലിനിക്കിൻ്റെ. അപ്പോൾ അവിടെ അവരോട് സംസാരിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ ഇവക്ക് എങ്ങനെയും അവിടുന്ന് വരണം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഓളുണ്ടായത്. ഇങ്ങനെ പിടിച്ച് കിട്ടുന്നത് ഇപ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായത്. എങ്ങനെയും അവിടുന്ന് നിന്നെടുത്ത് നിൽക്കാതെ ഇങ്ങനെ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു ഓളെ ഇത്. പിന്നെ ഇവക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി. ഇപ്പോൾ പിന്നെ ഒക്കെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇരുത്തിയതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇതാ പുറത്തത്തെ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.